വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. Vivo Y91i എന്ന ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് മാസ് മൊബൈൽസ് എന്നൊരു ഷോപ്പ് സ്പോൺസർ ചെയ്തതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈനായിട്ട് സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 10,000 രൂപ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഓഫ്ലൈനായിട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ അതിന് 11,000, 11,500 ഇപ്പോൾ കൊടുക്കേണ്ട പ്രൈസ്. ഇപ്പോൾ ഫോണുകളൊന്നും വല്ലാതെ അവൈലബിൾ അല്ലാത്തൊരു സമയമായതുകൊണ്ട് ഓഫ്ലൈൻ പ്രൈസുകളെല്ലാം നല്ല രീതിയിൽ ഹൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 600 രൂപ അല്ലെങ്കിൽ 700 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ, മാക്സിമം അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല സ്മാർട്ട് ഫോൺ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്രൈസിന് തന്നെ ചില സ്മാർട്ട് ഫോണുകൾ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ നമ്പർ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ ഷിബിൻ ഫ്രം മിസ്റ്റർ ടെക്. ലെറ്റ്സ് ബിഗിൻ. സോ ബോക്സിൽ നമുക്കൊരു ചാർജർ വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് എന്താണ് ഒരു മൈക്രോ USB കേബിള്, പിന്നീട് നമുക്ക് വരുന്നത് ഒരു ബാക്ക് പൗച്ചാണ്, ഒരു TPU കേസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും നല്ല ക്വാളിറ്റി ഉള്ളൊരു TPU കേസാണ് കേട്ടോ. അതിലവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ളൊരു TPU കേസാണ്. നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. TPU കേസ് സോ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു TPU കേസാണ്. പുറത്ത് നമുക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞാലൊന്നും നമുക്ക് അത്ര വലിയൊരു ഇഷ്യൂസ് സംഭവിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇതിൻ്റെ ബമ്പൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ക്യാമറ പ്രൊട്ടക്ഷൻ്റെ അവിടെയും നമുക്കത് ലഭിക്കുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. TPU കേസ് ഈസ് ഗുഡ്. സോ നമുക്കിനി എന്ത് ചെയ്യാം ഫോണിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ താഴെ നിങ്ങൾക്ക് 3.5 mm ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട്, മൈക്രോഫോൺ വരുന്നുണ്ട്, പിന്നീട് ഒരു മൈക്രോ USB കേബിൾ പോർട്ടാണ് വരുന്നത്. നമുക്ക് ടൈപ്പ് C പോർട്ടൊന്നല്ല വരുന്നത്. പിന്നീട് നമുക്ക് സ്പീക്കർ ഗ്രില്ല് വരുന്നു. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പവർ സ്വിച്ച് അവൈലബിൾ ആണ്. അതിന് മുകളിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ട്രെയിൻ ലഭിക്കുന്നുണ്ട് കേട്ടോ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഫോണിൻ്റെ ഡിസൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. പഞ്ചുള്ള കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് മുൻപിറങ്ങിയ ഒരു സ്മാർട്ട് ഫോണാണ്, അതുകൊണ്ട് തന്നെ നോച്ച് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇനി പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ കളർ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ ആണ്. അപ്പോൾ 2 കളേഴ്സാണ് വരുന്നത്. താഴെ നിങ്ങൾക്കൊരു ബ്ലൂ കളർ കാണാനായിട്ട് സാധിക്കും, മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു ബ്ലൂവും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ ഗ്രേഡിംഗ് ആണ് നമുക്ക് പുറകിൽ വരുന്നത്. ഒരു സിംഗിൾ ക്യാമറയാണ് പുറകിൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെ വിവോ എന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ വൈസ് ഒന്നും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒതുങ്ങാവുന്ന ഒരു ഡിസൈനൊക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ 6.22 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം 10,000 രൂപയ്ക്ക് താഴെ ഫുൾ HD+ ഡിസ്പ്ലേ തരുന്ന സ്മാർട്ട് ഫോണുകൾ വളരെ കുറവാണ്. പിന്നെ ഇത് കുറച്ച് മുൻപിറങ്ങിയ ഒരു സ്മാർട്ട് ഫോണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് HD+ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. നോ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് മുൻപിറങ്ങിയ ഒരു സ്മാർട്ട് ഫോൺ എന്ന കണക്കുകൂട്ടലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നോ പ്രോബ്ലം. പിന്നീട് 19:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഫോണിൽ വരുന്നത്. 88.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P22 എന്ന ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ് നമുക്ക് ലഭിക്കുന്നത്. തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ, എങ്കിലും ഓവർ ഒരു യൂസിനോ മൾട്ടി ടാസ്കിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഗെയിം ഒന്നും കളിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സറോ ഫോണോ ഒന്നുമല്ല. ഒരു നോർമൽ യൂസേജിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്മാർട്ട് ഫോണാണെന്ന് പറയാം. 4030 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 4030 mAh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുന്ന ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 2 വേരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. 2GB, 16GB, 2GB, 32GB എന്ന് പറഞ്ഞിട്ടുള്ള 2 വേരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 കളർ ഗ്രേഡിങ്സ് വരുന്നുണ്ട്. ഈ ഒരു കളർ അല്ലാതെ നമുക്ക് വേറൊരു കളറും കൂടെ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ 13 മെഗാപിക്സലിൻ്റെ ഒരു ബാക്ക് ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും. അപ്പോൾ പുറകുവശത്ത് നമ്മൾ 13 മെഗാപിക്സലിൻ്റെ ക്യാമറയാണെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് എന്ത് ചെയ്യാം 1080p, 720p, 480pയിലൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫോട്ടോസിൽ സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ തന്നെ കണ്ടിട്ട് തീരുമാനിക്കും. എങ്കിലും ഞാൻ പറയാം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഏറ്റവും മികച്ച ക്യാമറ ക്വാളിറ്റി തരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഒന്നല്ല, ഒരു മീഡിയം ക്വാളിറ്റിയുള്ള ഫോട്ടോസ്, ഓവർ ക്വാളിറ്റി കാര്യങ്ങളൊന്നും തരുന്നില്ല. 13 മെഗാപിക്സൽ ഉണ്ടെങ്കിലും നമുക്കത് ഓവറായിട്ട് ക്വാളിറ്റി ഒന്നും തരുന്നില്ല. സാധാ ഒരു സ്മാർട്ട് ഫോൺ, ഒരു നോർമൽ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ. ഹെവി യൂസിനൊന്നും പറ്റുന്ന സ്മാർട്ട് ഫോണല്ല. ക്യാമറയും അത്രത്തോളം ഒരു ഹെവി ആയിട്ടുള്ള ക്യാമറയൊന്നുമല്ല നമുക്ക് ലഭിക്കുന്നത്, നോർമൽ.
സോ നെക്സ്റ്റ് സെൻസേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫിംഗർ പ്രിൻ്റ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഫേസ് അൺലോക്ക് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഫേസ് അൺലോക്ക്. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നോക്കാം. യെസ്, അൺലോക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ള ഫാസ്റ്റൊക്കെ എന്തുണ്ട്, ഫോൺ തരുന്നുണ്ട് കേട്ടോ ഫേസ് അൺലോക്ക്. ഓക്കെ, ഒരു മീഡിയം ലെവൽ ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ഓവർ ഫാസ്റ്റ് ഒന്നല്ല, നോട്ട് ബാഡ്. OS, അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ 8.1 ഓറിയോ ബേസ്ഡ് ആയിട്ടുള്ള ഫൺ ടച്ച് OSലാണ് ഫോൺ പ്രവർത്തിക്കുന്നത്. ഫോണിൽ നമുക്കത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 സിം കാർഡും ഒരു SD കാർഡും ഒരേ സമയം യൂസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് FM റേഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫേസ് അൺലോക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 163.5 ഗ്രാം വെയിറ്റ് ആണ് ഫോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഫോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒതുങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അത്രയും വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ. 8.3 mm തിക്നെസ് ആണ് വരുന്നത്. അപ്പം ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് വേർത്തിട്ടെന്ന് പറയാം. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നോട്ട് ദാറ്റ് ഗുഡ് എന്നും പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉള്ള സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് 2019 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ടോട്ടലി കൊള്ളാം, നൈസായിട്ടുണ്ട്. ടോട്ടലി ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊന്നും, ഇൻ ഹാൻഡ് യൂസൊന്നും നമുക്ക് യാതൊരു പ്രോബ്ലംസും ഫീൽ ചെയ്യുന്നില്ല. നോട്ട് ബാഡ്. സോ അടുത്തത് ഫോണിൻ്റെ ഓഡിയോ ആൻഡ് വീഡിയോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഓഡിയോ കേൾക്കാം അല്ലേ. സോ ഇത് ഫോണിൻ്റെ മാക്സിമം വോളിയാണ്. അപ്പോൾ ഒരു ഓവർ ലൗഡ് വോളിയം ഒന്നുമല്ല, പക്ഷേ കുറച്ച് ക്ലാരിറ്റി ഉള്ള ഒരു ഓഡിയോയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇനി വീഡിയോ വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് HD ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ആ ഫുൾ HD അല്ലെങ്കിൽ അമോലഡ് ഡിസ്പ്ലേൻ്റെ ഒക്കെ ഒരു മിസ്സിങ് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്താണ്, കൊള്ളാം, നൈസ് ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആണ്. 6.22 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. സോ ഗുഡ്. അടുത്തത്, ഒരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പം എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഫോണിൻ്റെ സാർ വാല്യൂ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തോ *#07#. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് 1.283 ആണ് ഈ ഫോണിൻ്റെ സാർ വാല്യൂ. സോ നോ പ്രോബ്ലം. 1.6 ആണ് മാക്സിമം നമുക്കിവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1.2 നോ ഇഷ്യൂസ്. സോ ഈ ഫോണിൻ്റെ പ്രൈസ്, അപ്പോൾ 2GB 32GB ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,990 രൂപയാണ്. അപ്പോൾ 2GB 16GB കാണുന്ന പ്രൈസ് അതിനും മുകളിലാണ്. അപ്പോൾ അത് ചില വേരിയൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ഷോപ്പിലെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യാം, വിളിച്ച് നോക്കുക. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കും, എന്തായാലും കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ആ ഓവർ വലുപ്പമുള്ളൊരു ഡിസ്പ്ലേ അല്ല. 6.22 ഇഞ്ചിൻ്റെ അത്യാവശ്യം കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അത് കൊള്ളാം. അതിന് പുറമെ 4030 mAh ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സ്റ്റാൻഡ് ബൈ ടൈമൊക്കെ കൂടുതൽ കിട്ടുന്നതാണ്. ഓവർ ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ നോക്കേണ്ട ആവശ്യമില്ല. ഓവർ ക്വാളിറ്റി തരുന്നതല്ല. ഗെയിംസ് കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള സാധാ ഗെയിംസൊക്കെ കളിക്കാനായിട്ട് സാധിക്കും. PUBG ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയേ ചെയ്യരുത്. അപ്പോൾ ടോട്ടലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെർത്തിട്ടെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം എന്താണ്, അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നീട് നമുക്ക് ലോക്കൽ ഷോപ്പുകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സ്മാർട്ട് ഫോണുകളാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകളെല്ലാം ഫ്ലാറ്റ് സെയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കിട്ടാൻ പ്രയാസമാണ്. ഇനി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ 10, 15, 20 ദിവസമാണ് ഫോൺ നമ്മുടെ കയ്യിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും എനിക്ക് എന്ത് കിട്ടും, സ്മാർട്ട് ഫോണുകൾ ഈ ഒരു മാസ് മൊബൈൽസ് തരുന്നതാണ്. ഇപ്പോൾ ഇതൊരു ഡെമോ മാത്രമായിട്ട് അവർ തന്നിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇതൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് എൻ്റെ ചാനൽ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഒരുവിധ എല്ലാ സ്മാർട്ട് ഫോണിൻ്റെയും അൺബോക്സിങ് ഇവർ മുഖേന ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ ചാനലിൻ്റെ പേര് കൂടി പറയട്ടോ, മിസ്റ്റർ ടെക്കിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്തു തരും. ഒരു 100 രൂപ കുറഞ്ഞ് കിട്ടിയാൽ അത്രയും നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടിയില്ലേ. എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ഇറ്റ്സ് മീ ഷിബിൻ ഫ്രം മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്.